+1 കമ്പ്യൂട്ടർ സയൻസ് അഞ്ചാമത്തെ ചാപ്റ്റർ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന നമ്മുടെ C++ന്റെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇത്. ഈ C++ എന്ന് കേട്ടിട്ടുണ്ടോ മുമ്പ്? C++, ആ പേരിന് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. എന്താ ഈ പ്ലസ് വഴിയെ മനസ്സിലാവും കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. അപ്പൊ നമ്മൾ പ്രോഗ്രാം ആദ്യമായിട്ട് എഴുതാനായിട്ട് പഠിക്കാൻ പോകുന്നത് ഇതിലാണ്. പ്രോഗ്രാം എഴുതാൻ ലോജിക് ഡെവലപ്മെന്റ് നമ്മൾ കഴിഞ്ഞു. പ്രോഗ്രാം എഴുത്ത് ഒരു ലാംഗ്വേജ് പഠിച്ചാലേ പ്രോഗ്രാം എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ലാംഗ്വേജ് C++, അത് ഡെവലപ്പ് ചെയ്തെടുത്തത്, ഇത് ഒളിച്ചിരിക്കുന്നല്ല, ഇതൊരാള് ഇൻവെന്റ് ചെയ്യാനായിട്ട് ഒളിച്ചിരിക്കില്ല, ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആര്? ബി സൈലന്റ് ആയിട്ടുള്ള പ്രൊണൗൺസിയേഷൻ ആണ്. ജാനെ സ്ട്രോസ്ട്രോപ്പ്. AT&T ലാബോറട്ടറീസിലെ ജാനെ സ്ട്രോസ്ട്രോപ്പ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. എന്താണ് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ്? അത് അടുത്ത കൊല്ലം പഠിക്കും കേട്ടോ. പ്രോഗ്രാമിംഗ് നമ്മൾ ഈ പഠിച്ച കൺസെപ്റ്റ്സ്, ഏത് സീക്വൻസ്, സെലക്ഷൻ, ലൂപ്പ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള സൗകര്യം ഈ ലാംഗ്വേജിലുണ്ട്. മനസ്സിലായോ? C++ എന്നുള്ളതിലെ സി വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ മനസ്സിലാക്കുക, C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറച്ച് അഡീഷൻ വരുത്തിയത്, അഡീഷണൽ ഫീച്ചേഴ്സ് കൂട്ടിച്ചേർത്തത്, അതാണ് ++. അങ്ങനെയാണ് നമ്മുടെ C++ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ക്ലിയർ അല്ലേ? ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ C++ന്റെ ബേസിക്സ് അങ്ങോട്ട് തുടങ്ങും. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുമോ? പ്രോഗ്രാം എഴുത്ത് ഈ ചാപ്റ്റർ കഴിഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ബേസിക്സ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തെ ബേസിക്സ് ഈ ചാപ്റ്ററിൽ പഠിക്കും. ഏത് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാന്ന് വിചാരിച്ചോ, ഇവിടെ മൾട്ടി ലിംഗ്വിസ്റ്റിക്സ് എത്ര ആൾക്കാരുണ്ട്? പല ഭാഷാ പണ്ഡിതർ. നമ്മുടെ ഒരു പ്രധാനമന്ത്രി പല ഭാഷാ പണ്ഡിതനായിരുന്നു. ആരാ? നരസിംഹറാവു. 9, 10, 11 ലാംഗ്വേജുള്ള ആൾക്കാർ അറിയാമായിരുന്നു. നമുക്ക് എത്ര ലാംഗ്വേജ് അറിയാം? ലാംഗ്വേജ് പഠിക്കല് ഒരു സ്കില്ലാണ്. എല്ലാവർക്കും ആ സ്കില്ല് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്ക് മിനിമം ഇംഗ്ലീഷ്, മലയാളം 2 ലാംഗ്വേജ് എങ്കിലും അറിയും. പിന്നെ ഒരു അഡീഷണൽ ഓപ്ഷണലായിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട്, അതെങ്കിലും അറിയും. ചിലര് സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ട്, അവർക്ക് അതറിയും. പിന്നെ ചിലർക്ക് കോണ്ടാക്ട് കാരണം, വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ ഒക്കെ ഉള്ള കോണ്ടാക്ട്സ് കാരണം തമിഴ് അറിയുന്നവരുണ്ടാവും. സിനിമ കണ്ടിട്ടും തമിഴ് പഠിച്ചവരുണ്ടാവും. ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിലും ഇപ്പൊ നിങ്ങളൊന്ന് ചെറിയ കാലത്തേക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ പുതിയതായിട്ടൊരു ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കുക എന്താ? അതിന്റെ ക്യാരക്ടർ സെറ്റ് ആണ്, അതിലുള്ള ആൽഫബറ്റ്സ്, അതിലുപയോഗിക്കുന്ന സിംബൽസ്. അപ്പം C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴും അതേപോലെ അതിന്റെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സിംബൽസ്, ക്യാരക്ടേഴ്സ് ഏതൊക്കെയെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് തുടങ്ങുക. ക്യാരക്ടേഴ്സ് പഠിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്യാരക്ടേഴ്സ് കൂട്ടിച്ചേർത്തിട്ടുള്ള വേർഡ്സ് പഠിച്ചു തുടങ്ങും. ABCD പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം A ഫോർ ആപ്പിൾ, B ഫോർ ബോയ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചു. പിന്നെ A വെച്ചിട്ട് ആപ്പിളിന്റെ സ്പെല്ലിംഗ് പഠിച്ചു, APPLE. B വെച്ചിട്ട് BOY, ബോയ് എന്ന് പഠിച്ചു. അതേപോലെ ഇവിടെ നമ്മൾ ആദ്യം ക്യാരക്ടർ സെറ്റ് പരിചയപ്പെടും. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടർ സെറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വേർഡ്സ് ഏതൊക്കെ എന്ന് നോക്കും. നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുമ്പോൾ ക്യാരക്ടർ സെറ്റ് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേർഡ്സ് എന്നല്ല പറയാ, ടോക്കൺസ് എന്നാണ് പറയാ. നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ ടോക്കൺസ് എന്നാണ് പറയാ. C++ എത്തുമ്പോൾ അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നേരിട്ട് ക്യാരക്ടർ സെറ്റ് പരിചയപ്പെടാം. ഒഫീഷ്യലി നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ് ക്യാരക്ടർ സെറ്റ്? സെറ്റ് ഓഫ് ഓൾ വാലിഡ് പോസിബിൾ ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയാം. C++ ക്യാരക്ടർ സെറ്റിലെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉൾപ്പെടും. ലെറ്റേഴ്സ് A to Z, ക്യാപിറ്റൽ A തൊട്ട് Z വരെയുള്ള എല്ലാം പറ്റും. സ്മോൾ a തൊട്ട് Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്പേഴ്സ് 0 മുതൽ 9 വരെയുള്ള ഏത് നമ്പേഴ്സും നിങ്ങൾക്ക് C++ൽ യൂസ് ചെയ്യാം. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ലെറ്റേഴ്സിലും നമ്പേഴ്സിലും പെടാത്ത, എന്നാൽ കീബോർഡിൽ പ്രസന്റ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടറും പെടില്ല, ഈ കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സും പെടും. ഏതൊക്കെയുണ്ട്? നമുക്ക് ബേസിക് ആയി വേണ്ട അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, കേളി ബ്രാക്കറ്റ്സ്, സ്ക്വയർ ബ്രാക്കറ്റ്സ്, പാരന്തസിസ്, പിന്നെ ആംഗിൾഡ് ബ്രാക്കറ്റ്സ്, ഈക്വൽസ്, ഇങ്ങനെയുള്ള കുറെ സ്പെഷ്യൽ സിമ്പിൾസ് നിങ്ങൾക്ക് C++ വാലിഡ് ആയിട്ടുള്ളതാണ്. പിന്നെ
പിന്നത്തെ ഒരു കാറ്റഗറിയാണ് ക്യാരക്ടർ സെറ്റിലെ വൈറ്റ് സ്പേസസ്. എന്താ ഈ വൈറ്റ് സ്പേസ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക. എന്ത് വൈറ്റ് സ്പേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ് പ്രസ് ചെയ്തു എന്ന് വിചാരിച്ചോ, കീബോർഡിൽ അത് പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ പുതുതായിട്ട് ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്തതായിട്ട് നമുക്ക് കാണില്ല. മനസ്സിലാവണോ? സ്ക്രീനിൽ പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. എക്സാമ്പിൾ, എന്റർ കീ അടിച്ചു ഉടനെ ന്യൂ ലൈനിലേക്ക് പോകും. ഹൊറിസോണ്ടൽ ടാബ് ഒരു ഫിക്സഡ് പൊസിഷൻ നീങ്ങും, കണ്ടിട്ടില്ലേ? വെർട്ടിക്കൽ ടാബ് ഫിക്സഡ് പൊസിഷൻ താഴേക്ക് നീക്കാനായിട്ടുള്ള സൗകര്യം C++ലുണ്ട്. സ്പേസ് ബാർ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു സ്പേസ് ഗ്യാപ്പ് ഇടും, കണ്ടല്ലേ? ഇതൊക്കെ വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ് ആണ്. കാരേജ് റിട്ടേൺ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് എന്താ നമുക്ക് വഴിയെ കാണാം. അപ്പൊ ഈ കാണുന്ന വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ് ഒക്കെ C++ൽ അലൗഡ് ആണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ആസ്കി ക്യാരക്ടർ ലിസ്റ്റിൽ പെട്ട ആസ്കിയോ സെക്കൻഡ് ചാപ്റ്റർ റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് 7-bit ASCII, 8-bit ASCII, അതിലെ 8-bit ASCII ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന 256 കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഏതും നമുക്ക് C++ൽ യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ABCD പഠിക്കല് കഴിഞ്ഞു. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെറിയ കാലത്ത് കുറെ കാലം എടുത്തിട്ടാണ് ABCD പഠിച്ചത്. ഇപ്പൊ നമുക്ക് പുതിയ തരം സിമ്പിൾസ് ഒന്നുമില്ല. ഇംഗ്ലീഷിലെ സിമ്പിൾസ് കടടത്തേക്കാണ്. ഹൈ ലെവൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലൈക്ക്, പഠിക്കാൻ സിമ്പിളാണ്. മനസ്സിലായോ? അപ്പൊ ഈ കാണുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് C++ൽ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. കേട്ടല്ലോ? ശരി. അപ്പൊ ക്യാരക്ടർ സെറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? വാക്കുകൾ പഠിക്കലാണ്. വാക്കുകളും കൂടി പഠിച്ച ഈ ചാപ്റ്റർ കഴിഞ്ഞു. കേട്ടോ? മുമ്പേ പറഞ്ഞ പോലെ വാക്കുകൾക്ക് നമ്മൾ C++ന്റെ ടേംസിൽ പറയുമ്പോൾ ടോക്കൺസ് എന്നാണ് പറയാം. അപ്പൊ ടോക്കൺസ് എന്തെന്ന് കാണാം. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയാം. നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയിരുന്ന ഓരോ വാക്കുകളും ടോക്കൺസ് ആണ്. വാക്കുകൾ ഉണ്ടാക്കുക ഇപ്പൊ എന്തുപയോഗിച്ചാൽ ക്യാരക്ടർ സെറ്റിലുള്ള പോസിബിൾ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുക. പക്ഷെ വാക്കുകളാണ് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ്. ഇപ്പൊ നമ്മളൊരു സെന്റൻസ് എഴുതാൻ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ അതിൽ കുറെ വാക്കുകൾ ഉണ്ടാവും അല്ലെ? അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ടോക്കൺസ്. ടോക്കൺസ് 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടോക്കൺസിനെ നമ്മൾ ലെക്സിക്കൽ യൂണിറ്റ്സ് എന്നും പറയും. കേട്ടോ? അതൊന്ന് കേട്ട് വയ്ക്കുക. ലെക്സിക്കൽ യൂണിറ്റ്സ്. ഈ 5 തരം ടോക്കൺസ് ആണ് കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ലിറ്ററൽസ്. 5 തരം ടോക്കൺസ്. ഇത് ഓർത്ത് തന്നെ വെക്കണം. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഇത് മനസ്സിലാക്കി പഠിക്കണം. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ലിറ്ററൽസ്. ഓർഡറിന് പ്രാധാന്യമൊന്നുമില്ല. ഈ 5 കാറ്റഗറി ഉണ്ട് എന്ന് അറിഞ്ഞു വെക്കണം. കാരണം ഈ 5 കാറ്റഗറി അറിഞ്ഞാലേ നമുക്ക് ഇനി പ്രോഗ്രാമിംഗിലേക്ക് കിടക്കാൻ പറ്റൂ. അത് കാരണമാണ്. അപ്പൊ അതിൽ ആദ്യത്തെ കീവേഡ്സ്. കീവേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. കീവേഡ്സ് ആർ ദ വേർഡ്സ് ദാറ്റ് കൺവേ എ സ്പെഷ്യൽ മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ. ഇതാണ് അതിന്റെ ശരിക്കുള്ള ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ എന്താ? കീവേഡ്സ് ആർ ദ വേർഡ്സ് ഓർ കീവേഡ്സ് ആർ ദ ടോക്കൺസ് എന്ന് വെച്ചാൽ ടോക്കണിൽ പെട്ടെന്നാണ് കീവേഡ്. ദാറ്റ് കൺവേ എ സ്പെഷ്യൽ മീനിങ്. കീവേഡ്സിന് സ്പെഷ്യൽ മീനിങ് ഉണ്ട്. നിങ്ങൾ എഴുതുന്ന ഓരോ കീവേഡിനും ഓരോ മീനിങ് ഉണ്ട്. ആ മീനിങ് അനുസരിച്ചിട്ടാണ് ലാംഗ്വേജ് കമ്പൈലർ ആക്ഷൻ എടുക്കുക. മനസ്സിലുണ്ടോ? നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കിനും ഓരോ മീനിങ് ഉണ്ട്. നിങ്ങൾക്ക് ആ മീനിങ് മാറ്റാൻ പറ്റില്ല. ലാംഗ്വേജ് കമ്പൈലറിന് ഈ വാക്ക് കാണുമ്പോൾ തന്നെ ഒരു മീനിങ് മനസ്സിലാവും. അങ്ങനെ സ്പെഷ്യലി മീനിങ് അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള വാക്കുകളാണ് കീവേഡ്സ്. കീവേഡ്സ് ഇഷ്ടം പോലെ ഉണ്ട് C++ൽ. എല്ലാ കീവേഡ്സും നമ്മൾ പരിചയപ്പെടാനില്ല. പക്ഷെ നമുക്ക് തന്ന ലിസ്റ്റിൽ 48 കീവേഡ് ഉണ്ട്. ഈ 48 കീവേഡ് വള്ളി പുള്ളി തെറ്റാതെ അറിയണം, പഠിക്കണം, ബൈഹാർട്ട് ചെയ്യണം. ആകെപ്പാടെ ബൈഹാർട്ട് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നത് ഈ കീവേഡ്സിന്റെ ലിസ്റ്റ് മാത്രമാണ്. കാരണം എന്താ? ഇത് നമുക്ക് ഉപയോഗം വരും. ഈ 48 കീവേഡിന്റെ ലിസ്റ്റിൽ ഒരു മിനിമം 40 എണ്ണെങ്കിലും നമ്മൾ പ്രോഗ്രാമിംഗ് മുഴുവൻ ചെയ്ത് പഠിക്കുമ്പോൾ കാണും. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാതെ തന്നെ മനസ്സിലാവും. പക്ഷെ നമുക്ക് അത്ര നേരം കാത്തിരിക്കാൻ സമയമില്ല. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ കീവേഡ്സിന്റെ ലിസ്റ്റിൽ നിന്നുള്ള വാക്കുകൾ ഇട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീവേഡ് അറിയണം. ഈസ് ദിസ് എ വാലിഡ് കീവേഡ് അറിയണം.
വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് കീവേഡ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് തരും, അറിയണം. അതുകൊണ്ട് 48 കീവേഡ്സ് അത് നമ്മൾ സ്കൂളിൽ വരുന്ന പിള്ളേര് വൃത്തിയായി പഠിക്കാറുണ്ട്, ബൈ ഹാർട്ട് ചെയ്തിട്ട് ഓർഡറിൽ എന്നെ കേൾപ്പിക്കാറുണ്ട്. ഓരോരുത്തർക്കും പഠിക്കാൻ ഓരോ സ്റ്റൈലാണ്. ഞാൻ ശരിക്കും സ്കൂളിലെ സമയമാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ടെന്ന് അറിയോ, ഈ സമയത്ത് സെക്കൻഡറി ക്ലാസ്സിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരും. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ കയറ്റി നിർത്തിയിട്ട് കീവേഡ്സിന്റെ ലിസ്റ്റ് പറഞ്ഞോളാൻ പറയും. ഫസ്റ്റ് ഇയർ പഠിച്ചു പോയ കീവേഡ്സിന്റെ ലിസ്റ്റ് ഓർഡറിൽ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചത് കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന പിള്ളേർ സെക്കൻഡ് ഇയർ ഉണ്ടാവും. അവരെ വിളിച്ച് കാണിച്ചു തരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ഇത് ഇയാൾ സെറ്റപ്പ് ആക്കിയിട്ട് മുന്നേ ആക്കി വെച്ചിട്ട്. അങ്ങനെയില്ല, അവര് വന്ന് പറഞ്ഞു കേൾപ്പിക്കും. അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന പിള്ളേരുണ്ട്. പറയണം, കാരണം പഠിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഈ കീവേഡ്സ് 48 ബൈ ഹാർട്ട് ചെയ്യാൻ ഈസിയാണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓർത്ത് വെച്ചാൽ മതി. ഈ കീവേഡ്സ് കോളം വൈസ് കിടക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അത് നോക്കി തന്നെ പഠിക്കണം. സ്പെല്ലിങ് മിസ്സാക്കാതെ പഠിക്കണം. കാരണം കീവേഡിന്റെ സ്പെല്ലിങ് മാറിപ്പോയാൽ അത് കീവേഡ് അല്ല. അത് കാരണം കീവേഡ്സ് വൃത്തിയായി പഠിക്കും കേട്ടോ. തൽക്കാലം ഇതിന്റെ മീനിങ്ങുകൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഇത് പഠിച്ചു വയ്ക്കുക. ഇതിന്റെ മീനിങ് പഠിക്കലാണ് C++. കേട്ടോ, അതിൽ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മള് അൽഗോരിതം പഠിച്ചപ്പോൾ തന്നെ കേട്ട വാക്കുകളൊക്കെ ഉണ്ടാവും. വൈൽ എന്നൊക്കെ ഉണ്ടാവും കേട്ടോ, ഇൻറ്റ് എന്നൊക്കെ കാണും. അതൊക്കെ നമ്മൾ എവിടേക്കോ കേട്ടതാണ്. ക്യാരക്ടറിന്റെ ചുരുക്കം ചാർ എന്ന് കാണും, എവിടേക്കോ കേട്ടതാണ്. പിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള മീനിങ്ങുകളൊക്കെ ഉണ്ടാവും. ഗോ ടു കാണുമ്പോൾ തന്നെ എന്തോ ഒരു മീനിങ് നിങ്ങൾക്ക് തോന്നുമല്ലോ. ബ്രേക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു മീനിങ്, അതൊക്കെ തന്നെ. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്യാം, അതാണ് ആദ്യത്തെ ടാസ്ക് കേട്ടോ. കീവേഡ്സ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏതായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ സിമിലാരിറ്റി നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ കേട്ടോ, ദിസ്, ദാറ്റ്, ഈസ്, ആർ, ആൻഡ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഓരോ മീനിങ് അസൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ. അതേപോലെയാണ് നമ്മുടെ ഈ കീവേഡ്സിന്റെ ലിസ്റ്റ്. ഈ കീവേഡ്സിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. അപ്പൊ ടോക്കൺസിന്റെ ലിസ്റ്റിൽ ആദ്യത്തെ കഴിഞ്ഞു, കീവേഡ്സ് കഴിഞ്ഞു. അടുത്ത ടോക്കൺ ആണ് ഐഡന്റിഫയർ. ഇത് റൂൾ അറിഞ്ഞ് പഠിക്കണം കേട്ടോ. ഐഡന്റിഫയേഴ്സ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന സംഭവങ്ങളുണ്ട്. ആൾക്കാർക്ക് പേരിടും, സ്ഥലങ്ങൾക്ക് പേരിടും, പിന്നെ ഏതെങ്കിലുമൊക്കെ ഓബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന് പേരിടും. എന്തിനാ പേരിടുന്നത്? ഐഡന്റിഫൈ ചെയ്യാൻ. ഒരു ലാംഗ്വേജിൽ നമ്മൾ പേരുകൾ യൂസ് ചെയ്യുക ഐഡന്റിഫൈ ചെയ്യാനാണ്, നൗൺസ്. അതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ആണ് ഐഡന്റിഫയേഴ്സ്. ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഐഡന്റിഫയേഴ്സ് ഉണ്ടാക്കുക. ഐഡന്റിഫയേഴ്സ് ആർ യൂസ്ഡ് ടു നെയിം or identify programming elements such as memory locations, statements, functions, classes, etc. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വഴിയെ കാണും. ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ പേരിടാൻ ഉപയോഗിക്കുന്ന വേർഡ്സ്, വാക്കുകളെയാണ് നമ്മൾ ഐഡന്റിഫയേഴ്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? എന്താണെന്ന് നമ്മൾ കാണും. ഐഡന്റിഫയേഴ്സ് ഫോർ മെമ്മറി ലൊക്കേഷൻസ് ആർ നോൺ ആസ് വേരിയബിൾസ്. മെമ്മറി ലൊക്കേഷൻസിന് പേരിട്ട് കഴിഞ്ഞാൽ അതിനെ വേരിയബിൾസ് എന്നാണ് വിളിക്കുക. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അൽഗോരിതങ്ങളിൽ. എ, ബി, സി, സം, ഫാക്ട്, മിൻ, ആവറേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത വാക്കുകളില്ലേ, അതൊക്കെ ഈ വേരിയബിൾസ് എന്ന സെറ്റിൽ വിടും. അതായത് മെമ്മറി ലൊക്കേഷൻ ഇട്ട പേരുകൾ. ക്ലിയർ ആണോ? ഐഡന്റിഫയേഴ്സ് അസൈൻ ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ നോൺ ആസ് ലേബൽസ്. ഇതും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റുകൾക്ക് കൊടുക്കുന്ന പേരുകളെ ലേബൽസ് എന്ന് വിളിക്കും. നമ്മൾ അൽഗോരിതം യൂസ് ചെയ്തപ്പോൾ സ്റ്റെപ്പിന് നമ്പർ ഇട്ടിരുന്നു, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നൊക്കെ. അത് ലേബലിംഗ് ആയിരുന്നു. ഓരോ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ലേബലിംഗ് ആയിരുന്നു, സ്റ്റെപ്പ് നമ്പേഴ്സ്. ഗോ ടു സ്റ്റെപ്പ് 8 ലേബൽ പേരാ പറഞ്ഞത്, എന്നിട്ട് അങ്ങോട്ട് പൊക്കോളാൻ. റിപ്പീറ്റ് സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ലേബൽ നെയിംസ് ആണ്. അതേപോലെ പ്രോഗ്രാമിംഗിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിന് പേരിടാം. ഓരോ സ്റ്റേറ്റ്മെന്റ് ഏത് ഭാഗത്തായിരിക്കണം എന്നുള്ളത് അറിയാൻ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് പേരിടാം. ആ പേരുകളെ ലേബൽസ് എന്ന് വിളിക്കും. അപ്പൊ ലേബലും ഐഡന്റിഫയർ ആണ്. മെമ്മറി ലൊക്കേഷൻ ഇട്ട പേര് വേരിയബിൾസ്, അതും ഐഡന്റിഫയർ ആണ്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, അതിനെ കോമൺ ആയിട്ട് ഒരു പേരിട്ട് വിളിക്കാനും നമുക്ക് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സൗകര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഏതില് അൽഗോരിതം യൂസ് ചെയ്തപ്പോൾ ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 5 or 6 സെറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരേണ്ട തരാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിന് ഒരു കോമൺ ആയിട്ട് പേരിട്ട് വെക്കാം. അങ്ങനെയുള്ള സൗകര്യം C++ പ്രോഗ്രാമിംഗിലുണ്ട്. ഗ്രൂപ്പ് ഓഫ്
സ്റ്റേറ്റ്മെന്റ്സിനെ ഒരുമിച്ച് കോമൺ ആയിട്ട് ഒരു പേരിട്ട് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഐഡന്റിഫയർ ആണ് ഫംഗ്ഷൻ നെയിംസ്. ക്ലിയർ അല്ലേ? അപ്പം ഐഡന്റിഫയറിന്റെ ഉള്ള 3 സബ് കാറ്റഗറി നമ്മൾ കണ്ടു: വേരിയബിൾസ്, ലേബൽസ്, ഫംഗ്ഷൻ നെയിംസ്. ഈ ഐഡന്റിഫയേഴ്സ് ഉണ്ടാക്കാനായിട്ട് റൂൾസ് ഉണ്ട്. ആ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫയർ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഐഡന്റിഫയർ ഉണ്ടാക്കാനുള്ള റൂൾസ് നിർബന്ധമായി അറിയണം. റൂൾസ് എഴുതുക എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് വരില്ല. ചോദ്യം വരിക ഈ കാണുന്നതൊക്കെ വാലിഡ് ഐഡന്റിഫയർ ആണോ അതോ ഇൻവാലിഡ് ആണോ എന്ന രീതിയിലായിരിക്കും. നിങ്ങളുടെ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യാനും പറയും. അതുകൊണ്ട് റൂൾസ് നിർബന്ധമായി അറിയണം കേട്ടോ. ആദ്യത്തെ റൂൾ ഇതാണ്: ഐഡന്റിഫയർ ഈസ് an arbitrary long sequence of letters, numbers and underscore. എന്ന് വെച്ചാൽ ഐഡന്റിഫയർ ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ സാധനങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതൊക്കെ? ABCD ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം, 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ എന്ന ക്യാരക്ടർ യൂസ് ചെയ്യാം. ഇതല്ലാത്ത വേറെ ഒന്നും ഉപയോഗിച്ച് ഐഡന്റിഫയർ ഉണ്ടാക്കാൻ പാടില്ല. അത് ഇൻവാലിഡ് ആണ്. C++ അത് റെക്കഗ്നൈസ് ചെയ്യില്ല. ഐഡന്റിഫയറിന്റെ കാറ്റഗറിയിൽ പെടണം ഈ റൂൾ നമ്പർ 1. ഇത് അനുസരിച്ചുണ്ടാവണം. നിങ്ങൾ എഴുതുന്ന ഐഡന്റിഫയറുകളിൽ ഈ പറഞ്ഞ സാധനങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. A to Z 0 to 9, പിന്നെ അണ്ടർസ്കോർ. അണ്ടർസ്കോർ ഹൈഫൻ അല്ല. കീബോർഡിൽ നോക്കിയാൽ നിങ്ങളുടെ മൊബൈലിന്റെ കീബോർഡിലായാലും അതെ, ഹൈഫൻ അല്ലാതെ കീ ബട്ടന്റെ അടിവശത്തായിട്ട് വരയിട്ടിട്ട് ഒരു ഹൈഫൻ കാണും. അതാണ് അണ്ടർസ്കോർ കേട്ടോ, മാറിപ്പോകരുത്. ഹൈഫൻ മിഡിൽ ഭാഗത്ത് നിൽക്കുമെങ്കിൽ അണ്ടർസ്കോർ ഇച്ചിരി താഴേക്ക് ഇറങ്ങിയേക്കും. ഈ 2 വാക്കുകൾ എഴുതിയപ്പോൾ ഹൈഫൻ അണ്ടർസ്കോർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അതാണ് അണ്ടർസ്കോർ. അപ്പോൾ ഐഡന്റിഫയർ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ റൂൾ കഴിഞ്ഞു. രണ്ടാമത്തെ റൂൾ: ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. റൂൾ നമ്പർ 2: എഴുതുന്ന ഐഡന്റിഫയറിന്റെ ആദ്യത്തെ ക്യാരക്ടർ ഒന്നുകിൽ ലെറ്റർ ആയിരിക്കണം, അതായത് A to Z ഉള്ള ഏതെങ്കിലും ഒരു സാധനം ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ നമ്പറും എഴുതി തുടങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? ഐഡന്റിഫയർ ഉണ്ടാക്കുമ്പോൾ, അതായത് നിങ്ങൾ വേരിയബിൾസിന്റെ പേരിടുമ്പോൾ, അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിംസ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ലേബൽസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അണ്ടർസ്കോറോ A to Z ഇട്ട് തുടങ്ങാം, പക്ഷെ നമ്പേഴ്സ് ഇട്ട് തുടങ്ങാൻ പറ്റില്ല. കാര്യം മനസ്സിലായില്ലേ? വളരെ പ്രധാനപ്പെട്ട റൂളാട്ടോ. ഇത് കുറെ ആൾക്കാർ വീഴും, ഈ റൂള് തെറ്റിക്കും. കാരണം ഇതറിയില്ല. നമ്പറിൽ തുടങ്ങാൻ പാടില്ല. പിന്നത്തെ റൂള് എന്ന് തന്നെ പറയണ്ട. കാരണം മുമ്പത്തെ 2 റൂളുകളിൽ പെട്ടു. എന്ത്? വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഒന്നും പിന്നെ പറ്റില്ല. അത് നമ്മൾ ആദ്യത്തെ റൂളിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, ഇതൊക്കെ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. അതല്ലാത്ത ഒന്നും അതിൽ പറ്റില്ല. ക്ലിയർ ആണോ? ഏതൊക്കെ പറ്റൂ? A to Z 0 to 9. A to Z തന്നെ അത് അടുത്ത റൂളിൽ പറയാം. അടുത്തൊരു റൂൾ, അത് ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്: കീവേഡ്സ് cannot be used as identifiers. കാരണം കീവേഡ്സിന് ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു മീനിങ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതെടുത്ത് പിന്നെയും ഐഡന്റിഫയർ ആക്കാൻ പാടില്ല. കീവേഡ്സിന്റെ പേര് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അടുത്ത റൂൾ: ലോവർ കേസ് ആൻഡ് അപ്പർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ ഒരു വാക്ക് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതേ വാക്കിനെ സ്മോൾ ലെറ്ററിൽ എഴുതാമെന്ന് വിചാരിക്കരുത്. കാരണം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ വാക്ക് വേറെ, സ്മോൾ ലെറ്ററിൽ എഴുതിയ വാക്ക് വേറെ ആയിട്ടാണ് പരിഗണിക്കുക. രണ്ടും ഒരേ പേര് എന്ന മീനിങ്ങിലല്ല. അത് വളരെ പ്രധാനപ്പെട്ട റൂളാണ്. കാരണം ചില വാക്കുകളൊക്കെ ഫസ്റ്റ് ക്യാരക്ടർ മാത്രം ക്യാപിറ്റലാക്കി വെച്ചിട്ടുണ്ടാവും, അത് വേറെ. മനസ്സിലായോ? സ്മോൾ ലെറ്റർ ആയി ക്യാപിറ്റൽ ലെറ്റർ ആയി വേറെയാണ്. ഐഡന്റിഫയറിനെ സംബന്ധിച്ച് അത് വേറെയാണ്. നിങ്ങൾ നോക്കിക്കോ, കീവേഡിന്റെ ലിസ്റ്റിലുള്ളത് മുഴുവൻ സ്മോൾ ലെറ്ററിലാണ്. ആ ലിസ്റ്റിലത്തെ ഏതെങ്കിലും ഒരു വാക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി, അത് വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്. ഇൻവാലിഡ് ആയിട്ടുള്ള കീവേഡ്സിന്റെ ലിസ്റ്റിൽ കിടന്നത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്ററിൽ തന്നെ വേണം. അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ അത് വേണമെങ്കിൽ ഐഡന്റിഫയർ ആക്കാം. മനസ്സിലാണ്ടോ? ഐഡന്റിഫയറിന്റെ സെറ്റ് അനുസരിച്ച് അപ്പോൾ ആ റൂള് വാലിഡ് ആണ്. കാരണം ഐഡന്റിഫയറിന്റെ സെറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ടുള്ള കീവേഡായിട്ട് പരിഗണിക്കില്ല. കാരണം കീവേഡാണോ അത് സ്മോൾ ലെറ്ററിലായിരിക്കും. അപ്പോൾ ഐഡന്റിഫയർ ഉണ്ടാക്കാനുള്ള ഈ റൂൾസ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. നമ്മളെപ്പോഴും സേഫർ സൈഡേ കളിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്പറിൽ ഒരു ഐഡന്റിഫയറും തുടങ്ങില്ല. അപ്പൊ തന്നെ പകുതി പ്രശ്നം തീർന്നു. നമ്പർ മിക്സ് ചെയ്തിട്ടുള്ള ഐഡന്റിഫയേഴ്സ് അത് ഉണ്ടാക്കും. അത് അവസാന ഭാഗത്ത് നമ്പർ ഇട്ടിട്ട് ഉണ്ടാക്കുള്ളൂ. നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാറില്ല, ഒക്കെ സ്മോൾ ലെറ്റർ ഉപയോഗിക്കാം. അപ്പൊ പ്രശ്നമില്ലല്ലോ. ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ എന്നിൽ വാങ്ങും, പിന്നെ താഴെ വന്ന് യൂസ് ചെയ്യാൻ നേരം സ്മോൾ ലെറ്റർ എന്നൊക്കെ ആയി മാറും.
ഈ ഐഡന്റിഫയറിന് ഒരു ക്യാരക്ടറേ പറ്റൂ, അത് കുഴപ്പമില്ല. ആർബിട്രറി ലോങ് സീക്വൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എത്ര എണ്ണം വേണമെങ്കിൽ ആവാം, ഒന്ന് എങ്കിലും മിനിമം ഉണ്ടാവും. ഒരു ക്യാരക്ടർ ഉള്ളെങ്കിൽ അത് നമ്പർ ആയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ഐഡന്റിഫയർ ഉണ്ടാക്കാനുള്ള ഈ റൂൾസ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പം ഈ അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സിനെയും സെപ്പറേറ്റ് ആയി പരിഗണിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++ എന്നും മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ C++ കേസ് സെൻസിറ്റീവ് ആണ്. ലോവർ കേസ് അപ്പർ കേസ് ഇത് രണ്ടിനെയും ഡിഫറെൻ്റ് ആയി ട്രീറ്റ് ചെയ്യും. എന്താ ഈ ലോവർ കേസും അപ്പർ കേസും? കുറച്ച് കഥയും കൂടി കേൾക്കാലോ. എന്താ ഈ ലോവർ കേസ് അപ്പർ കേസ്? ലോവർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ലെറ്റേഴ്സ്, അപ്പർ കേസ് എന്ന് വെച്ചാലോ ക്യാപിറ്റൽ ലെറ്റർ ലെറ്റേഴ്സ്. അതിനെങ്ങനെ ഈ ലോവർ കേസ് അപ്പർ കേസ് എന്നൊക്കെ പേര് വരണേ? എന്തൊരു മോശം, അത് ഞങ്ങൾ പണ്ടേ കേട്ടിട്ടുണ്ട് ലോവർ കേസ്. മനസ്സിലാക്കുക, പണ്ടൊന്നും കീബോർഡോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലല്ലോ. അതിന് മുമ്പത്തെ കാലത്ത് പ്രസ്സില്, പ്രിന്റിംഗ് പ്രസ്സില് യൂസ് ചെയ്തിരുന്നപ്പോൾ അച്ചു നിരത്തലായിരുന്നു ക്യാരക്ടേഴ്സിന്. ABCD ക്യാരക്ടർ ഓരോന്ന് പറക്കി വെച്ചിട്ട് പ്രിന്റ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഡ്രാഫ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് അതെടുത്തിട്ട് മഷീൽ മുക്കി കുത്തല്, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരാളിരുന്ന് ഓരോ ക്യാരക്ടർ പറക്കിയിടണം നമ്മുടെ മാറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെറ്റ് ചെയ്യാൻ നേരത്ത് ഈ പറക്കിയിടുന്ന ആൾക്ക് ക്യാരക്ടേഴ്സ് ഓരോ കള്ളിയിലിട്ട് വെച്ചേക്കും. എയുടെ ചെപ്പ്, ബിയുടെ ചെപ്പ്, സിയുടെ ചെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചെപ്പുകളിൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഇഷ്ടം പോലെ. എന്നിട്ട് അയാൾ അതിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഇടുക ചെയ്യുക. അയാളുടെ സൗകര്യത്തിന് അയാൾ എന്ത് ചെയ്യുന്നറിയോ? സ്മോൾ ലെറ്റേഴ്സ് മുഴുവൻ അത് താഴെ ഭാഗത്തെ പെട്ടിയിലാണ് വെക്കുക. ക്യാപിറ്റൽ ലെറ്റേഴ്സ് മുഴുവൻ അത് മുകളിലെ ഭാഗത്തെ പെട്ടിയിലാണ് വെക്കുക. ലോവർ കേസും അപ്പർ കേസും സ്യൂട്ട് കേസ്, പെട്ടി പെട്ടി. അപ്പൊ ലോവർ കേസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഉടനെ സ്മോൾ ലെറ്റേഴ്സ് അത് താഴത്തെ കള്ളികളിൽ നിന്ന് പറക്കിയെടുക്കാം. അപ്പർ കേസ് എന്ന് പറഞ്ഞ ഉടനെ മുകളിലത്തെ കള്ളികളിൽ നിന്ന് പറക്കിയെടുക്കാം ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അങ്ങനെയാണ് ലോവർ കേസ് അപ്പർ കേസ് എന്ന് വന്നതും കേസ് സെൻസിറ്റീവ് എന്ന വാക്ക് വന്നതും. അപ്പോൾ രണ്ട് തരം ടോക്കൺസ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇതിൽ കീവേഡ്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം, നിവൃത്തിയില്ല. ഐഡന്റിഫയേഴ്സ് ഉണ്ടാക്കാനുള്ള റൂൾസ് പറഞ്ഞു. ഈ കാണുന്നതൊക്കെ വാലിഡ് ഐഡന്റിഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ റൂൾ അനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക കേട്ടല്ലോ. ഈ കാണുന്നതൊക്കെ ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ വാക്ക് അത് ഇൻവാലിഡ് ആവാൻ കാരണം എന്താ? ഇതാണ് നിങ്ങൾക്ക് വരുന്ന ചോദ്യം. ഇത് ഇൻവാലിഡ് ആവാൻ കാരണം എന്താ? ഇവിടെ സ്പേസ് ഇട്ടു, സ്പേസ് വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ് ഒന്നും അലൗഡ് അല്ല, അത് കാരണം ഇത് ഇൻവാലിഡ് ആണ്. രണ്ടാമത്തെ വാക്ക് ഇൻവാലിഡ് ആവാൻ കാരണം എന്താ? ഫസ്റ്റ് ക്യാരക്ടർ തന്നെ നമ്പർ ആയിപ്പോയി, അത് തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഫസ്റ്റ് ഡോട്ട് ജാൻ എന്ന് എഴുതിയിട്ടുണ്ട്, ഡോട്ട് ഇൻവാലിഡ് ആണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് മാത്രം. ക്യാപിറ്റൽ എ തൊട്ട് Z വരെ, സ്മോൾ എ തൊട്ട് Z വരെ, 0 തൊട്ട് 9 വരെ ഉള്ളത്, പിന്നെ അണ്ടർസ്കോർ മാത്രവും. മനസ്സിലായോ? ഡോട്ടൊന്നും വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ഉണ്ടാക്കാൻ പറ്റില്ല. 4 അതിനെന്താ കുഴപ്പം? 4 ഒരു കുഴപ്പമില്ല, പക്ഷെ കീവേഡിന്റെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഐഡന്റിഫയറുകൾ കണ്ടാൽ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ. ഒരു ഹോംവർക്കും കൂടി ഉണ്ട്. ഈ കാണുന്ന ലെറ്റേഴ്സ് ഐഡന്റിഫയേഴ്സ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് വിത്ത് റീസൺ പറയണം കേട്ടല്ലോ. അതാണ് ഹോംവർക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ആകെ പരിചയപ്പെട്ടത് C++ലെ ക്യാരക്ടർ സെറ്റ് പരിചയപ്പെട്ടു. ക്യാരക്ടർ സെറ്റ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ടോക്കൺസ് പരിചയപ്പെട്ടു. ടോക്കൺസിൽ തന്നെ 2 തരം ടോക്കൺസ് പരിചയപ്പെട്ടു, ഐഡന്റിഫയേഴ്സും കീവേഡ്സും. കീവേഡ്സ് ബൈ ഹാർട്ട് ചെയ്യണം. ഐഡന്റിഫയർ ഉണ്ടാക്കാനുള്ള റൂൾസ് അനുസരിച്ച് ഐഡന്റിഫയർ ഉണ്ടാക്കാൻ അറിയണം. ഒരു ഐഡന്റിഫയർ കണ്ടാൽ വാലിഡ് ആണോ അല്ലയോ എന്ന് പറയാൻ കിട്ടണം. ഐഡന്റിഫയറിന്റെ ഡെഫിനിഷനും അറിയണം. ഐഡന്റിഫയറിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഐഡന്റിഫയറിന്റെ ഉള്ളിൽ വേരിയബിൾ നെയിംസ് പെടും, ലേബൽസ് പെടും, ഫംഗ്ഷൻ നെയിംസ് പെടും. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നു. ബാക്കി ടോക്കൺസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.